14 നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണിന്ന്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശിശുദിനമാണ്. എല്ലാവർക്കും ശിശുദിനാശംസകൾ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൽഫ്നൂൻ. അസ്സലാമു അലൈക്കും. നവംബർ 14 ശിശുദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. 1889 നവംബർ 14 അലഹാബാദിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കുട്ടികളുമായി വളരെയധികം ചങ്ങാത്തവും അവരുമായി ഇടപഴകാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു. കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവും മാതാവ് സ്വരൂപ് റാണിയുമാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവിന് പാശ്ചാത്യ ജീവിതം വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം, ജവഹർലാൽ നെഹ്റുവിനെ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ അയച്ചിരുന്നു. തുടർന്ന് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദം അദ്ദേഹം കരസ്ഥമാക്കി. 1912 അദ്ദേഹം അലഹാബാദിൽ അഭിഭാഷകനായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയാണ്. കമല നെഹ്റു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. സ്വാതന്ത്ര്യ സമര രംഗത്തും അദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രശസ്തമായ ചില കാൽവെപ്പുകൾ നാം ഓർക്കേണ്ടതുണ്ട്. 1916 ലക്നൌവിൽ വെച്ചിട്ട് ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അദ്ദേഹം കണ്ടുമുട്ടി. അവിടെ അവർ പരിചയപ്പെടുകയും തങ്ങളുടെ ആശയങ്ങൾ കൈമാറുകയും ചെയ്യുകയും 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജിക്കൊപ്പം സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് പിന്നീട് മാറുകയാണ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ സമര സേനാനി, എഴുത്തുകാരൻ, ചരിത്രകാരൻ, രാഷ്ട്രീയ തത്വചിന്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക മകളായിരുന്നു ഇന്ദിരാഗാന്ധി. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി. ചെറുമകനായിരുന്നു രാജീവ് ഗാന്ധി. ഇവർ രണ്ടുപേരും പിന്നീട് പ്രധാനമന്ത്രി പദം അലങ്കരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇതിനിടയിൽ നാം ഒന്ന് ഓർക്കേണ്ടത് 1947 മുതൽ 1964 വരെയാണ് പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ തത്വചിന്തകളാണ് നമ്മുടെ ഇന്ത്യയെ 4 പതിറ്റാണ്ടോളം നയിച്ചത്. 1918 അലഹാബാദ് ഹോം റൂൾ ലീഗ് സെക്രട്ടറിയായി. 1921 മുതൽ 45 വരെ അദ്ദേഹം പലതവണ പല സമരങ്ങളുമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 1928 സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൽ പങ്കെടുത്തു. 1929 കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. 1931 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിൽ ഉപ്പു സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പങ്കെടുക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ ആത്മകഥ ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത്.
1934-35 കാലഘട്ടത്തിലാണ് അദ്ദേഹം ആത്മകഥ രചിച്ചത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 1936 അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല നെഹ്റു മരണപ്പെടുകയാണ്. ഈ 1936 തന്നെയാണ് അദ്ദേഹം തൻ്റെ ആത്മകഥ പ്രസിദ്ധപ്പെടുത്തുന്നത്. ഈ പ്രസിദ്ധപ്പെടുത്തലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ആത്മകഥ തൻ്റെ ഭാര്യ കമല നെഹ്റുവിന് സമർപ്പിച്ചുകൊണ്ടിട്ടാണ് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുന്നത്. 1938 നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിക്കുകയുണ്ടായി. തുടർന്ന് 1944 ഡിസ്കവറി ഓഫ് ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലേ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ രചിക്കുന്നത്. 1955 വളരെ പ്രശസ്തർക്ക് നൽകിപ്പോരുന്ന ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 1964 മെയ് 27 ന്യൂഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇപ്പോൾ നെഹ്റുവിനെ കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപം എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതിക്കൊള്ളുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ മഅസ്സലാമ.